ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, ബോച്ചയുടെ കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ബിസിനസ് ചെയ്യാൻ പറ്റും. അതായത് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ ബോച്ചയുടെ സ്റ്റോറിൽ നിന്ന് മേടിക്കും. അപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് തരും. 18 ജൂലൈ മാസം 25-ാം തീയതിയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അന്ന് ഇന്ന് ഫിജിക്കാട്ടിന് ഇന്ന് കാണുന്ന അച്ചീവേഴ്സോ ആളുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ട്രഡീഷണൽ ബിസിനസ് ആണ്. മാഡം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ പല ബിസിനസ്സൊക്കെ ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് ഇനി എന്താ പറയാ, ഇന്ന് ചാവാൻ നേരമില്ല, നാളെ ചാവാൻ കാലിലുമില്ല എന്നൊക്കെ വിചാരിച്ച് നാടോട്ടിൽ നട്ടം തിരിഞ്ഞ് എന്താ പറയാ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയത് ഈ കമ്പനിയുടെ ചെയർമാനായ ഡോക്ടർ ബോബി ചമ്മണ്ണൂരാണ് ഈ ഒരു ബിസിനസ് എന്നോട് പറഞ്ഞു തന്നത്. തൃശ്ശൂർ കാസിനോ ഹോട്ടലിൽ വിളിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ ഷെയർ ചെയ്ത സമയത്ത് ഇന്ന് പല ആളുകളും കേട്ടതുപോലെ തന്നെ പല കൺഫ്യൂഷനും എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ മനുപ്രിയ മേഡം ടീച്ചർ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ ഈ ബിസിനസ് പ്ലാൻ പറയുണ്ടായി. നിങ്ങളത് എത്ര കണ്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനും ഈ ഒരു പ്ലാനിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന സമയത്ത് എന്റെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ നടക്കൂ? ശരിക്കും ഇത് ഞാൻ ആളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഈ 1 കോടി രൂപ വാങ്ങിയ ആളുകളൊക്കെ ഉണ്ടോ, 50 ലക്ഷം ഒക്കെ വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു തോന്നലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഡെയിലി 30,000 രൂപ എന്നൊക്കെ പറയും പോലെ ഇപ്പൊ നമ്മളൊരു മാസം 30,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറെ ആളുകൾക്കൊക്കെ ഒന്ന് സെറ്റ് ആവും. പക്ഷെ ഡെയിലി 30,000 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, അതുകൊണ്ട് സെറ്റ് ആവുന്നില്ല. ഒരു 30 ദിവസമൊക്കെ കൂട്ടി നോക്കുന്ന സമയത്ത് ഏകദേശം നോക്കിയിട്ടില്ല, ഹലോ ഇല്ലെങ്കിൽ കൂട്ടണ്ട 9 ലക്ഷം ബാക്കിയുള്ളവർ വീട്ടിൽ പോയിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം ഒരു വരുമാനം ഒക്കെ കിട്ടുന്ന ഒരു പ്രോസസ്സ്, ഇങ്ങനെ ഒരു വരുമാനം വാങ്ങുന്ന ആൾക്കാര് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്നൊക്കെയുള്ള കുറെ കൺഫ്യൂഷൻ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പിന്നെ ബോബി സാറല്ലേ, അപ്പൊ പിന്നെ എന്താ കഴിഞ്ഞാൽ പുള്ളിയെ കുറിച്ച് ഇങ്ങനെ പൊതുവെ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ട് കാണിക്കാറുണ്ട്, ഒരു തള്ളിന്റെ ആളാണ് എന്നുള്ള രീതിയിൽ. ഞാനും ഒരു പരിധി വരെയൊക്കെ ആ രീതിയിലേക്കൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇതൊക്കെ എന്നോട് പറഞ്ഞു തന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായ എല്ലാ സംശയങ്ങളും, പ്രത്യേകിച്ച് ഈ മലയാളിക്ക് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് തപ്പി നടക്കാണോ, അന്വേഷിച്ച് നടക്കാണോ. അപ്പോ എന്താ പറയാ, അങ്ങനെ കുറെ ചിന്തകളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. പണ്ടൊക്കെ സത്യം പറയുമ്പോൾ പല്ലിയാണ് ചലിക്കുക, ടെക്നോളജിയുടെ കാലഘട്ടം, മൊബൈലാണ്, അതാണ് അതിന്റെ കാര്യം. കറക്റ്റാണ്, കുഴപ്പമില്ല, സെറ്റാക്കാൻ. അപ്പൊ എന്താ കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ സത്യം പറയണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കും കുറെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിയുടെ ഇങ്ങനെയൊക്കെ ചോദിച്ചു, ഇതൊക്കെ നടക്കുവോ, റെഡിയാണോ, ഇതൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടോ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കണ്ട് വിശ്വസിക്കാനാണ് ഏറ്റവും വലിയ താല്പര്യം. ഞാനും മോശക്കാരനൊന്നും അല്ലായിരുന്നു. ഞാൻ ആളോട് ഈ പ്ലാൻ കേട്ട വഴിക്കുന്ന എനിക്ക് ഒറ്റ കാര്യം അറിയണ്ടായിരുന്നു, 1 കോടി രൂപ വാങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാർ ഇപ്പൊ കാണിച്ചു തരുന്നായിരുന്നു എന്റെ ചോദ്യം. പുള്ളി എന്നോട് പറഞ്ഞില്ലടാ, അത് 1 കോടി വാങ്ങിയ ആൾക്കാരൊന്നും ആയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, കമ്പനി തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പോ ആയിട്ട് സെറ്റായി വരണുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്ലാൻ കേൾക്കുമ്പോൾ അറിയാലോ, 1 കോടി രൂപ വരുമാനം വാങ്ങണമെങ്കിൽ 10 ലക്ഷം സെയിൽസ് വോളിയം മാച്ച് ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെതായ ക്രൈറ്റീരിയകളുണ്ട്, ടിഎൽ റിപ്പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് അത് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ 1 കോടിക്ക് വിട്ടു. ശരി, 50 ലക്ഷം വാങ്ങിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് അടുത്ത ചോദ്യം പിന്നെ അതെ. അപ്പോഴും ആള് ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ 50 ലക്ഷം വാങ്ങണമെങ്കിലും 5 ലക്ഷം സെയിൽസ് വോളിയം മാച്ച് ചെയ്യണം. അതിനും അതിൻ്റെതായ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. അപ്പോ അത്രയ്ക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ സത്യം ഞാൻ വിചാരിച്ചു, ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല എന്നുള്ള ഒരു, നമ്മള് ഈ മൊബൈല് പറ്റുകയാണെങ്കിൽ ഒന്ന് സൈലന്റ് ആക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബിസിനസ് മീറ്റ് ആകുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കാന്റെ ലാലേട്ടൻ്റെ ഒന്നും പടം കാണാൻ ഒരു സന്തോഷമൊന്നും കാണില്ലേ. കുറച്ച് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാന്നുള്ളൂ. പറ്റുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും തീരെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കോളൊക്കെ വരുമ്പോൾ പുറത്തേക്ക് പോയി സംസാരിച്ചിട്ട് വരും, കുഴപ്പമില്ല. ഫോണൊരു പ്രതീക്ഷയുടെ അടയാളാണോ, ഇന്നിപ്പോ അങ്ങനെയാണോ, ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെ കുറെ കൺഫ്യൂഷനൊക്കെ നമ്മൾ മനസ്സിലായി. പക്ഷെ എന്റെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം എന്നോട് പറഞ്ഞ ഓരോ മറുപടികളുണ്ട് വളരെ മനോഹരമായിട്ട്. ഇന്ന് ഡോക്ടർ ബോബി ചമ്മണ്ണൂർ എന്ന് പറയുമ്പോൾ ഒരു 7,000 കോടി ടേൺ ഓവറിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ലെജൻഡറി പേഴ്സൺ ആണ്. എന്നോട് സംസാരിക്കുമ്പോൾ 6,000 കോടി ടേൺ ഓവറിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. 7 വർഷം മുന്നേ, ഞാൻ ഈ 25-ാം തീയതി 8 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അപ്പൊ ഞാൻ ചോദിച്ച ഓരോ ചോദ്യങ്ങളും വളരെ ക്ഷമയോടെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം എന്നോട് മറുപടി പറയാനുണ്ടായി.
ആ പറഞ്ഞതിൽ നിന്ന് അവസാനം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത്, തോമസ് നീ ഈ ബിസിനസ്സിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിനക്ക് നേടാൻ പറ്റും. അതിന് നീ ലക്ഷങ്ങളൊന്നും മുടക്കണ്ട, ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ മതി, നിനക്ക് എല്ലാം നേടാൻ പറ്റും എന്നുള്ളത് അതെന്നെ സംബന്ധിച്ചൊരു ഭയങ്കര തിരിച്ചറിവായിരുന്നു. കാരണം വേറൊന്നുമല്ല, ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്ന ആളുകളെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാത്തതിന്റെ പേരിലാണ്. ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും വലിയൊരു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയും വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന, ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും തന്നെ മുടക്കണ്ട. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. ഇതാണ് ഇതിന് ആകെ കൂടെയുള്ള വെച്ചാൽ, എന്റെ ഭാഷയിൽ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സുഹൃത്ത് ഫിജിക്കാട്ട്.com തന്നെ പറയുന്നത്. കൺഫ്യൂഷൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഞങ്ങൾ 100 സെയിൽസ് വോളിയത്തിന്റെ പൈസ കൊടുത്ത ആൾക്കാരാണല്ലോ. 100 സെയിൽസ് വോളിയത്തിന്റെ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? യെസ് ഓർ നോ? ഹലോ, ശരിയാണോ? ശരിയാണോ? കറക്റ്റ് അല്ലേ? നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് എന്താണ് കിട്ടിയത്? ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെ സംബന്ധിച്ച് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയത്. ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ, ആക്ച്വലി നമുക്ക് പറയുന്നത് ഒരു ഓൺലൈൻ ബിസിനസ് ആണെന്ന് പറയാറുണ്ട്. ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഹലോ, ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ എന്താ വേണ്ടത്? എന്തോ? മനസ്സ് വേണം. എന്റെ ദൈവമേ, നിറഞ്ഞ മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ. അതാണ് സ്കൂളിൽ പണം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? കച്ചവടം വിജയിക്കണമെങ്കിൽ മനസ്സൊക്കെയാണ്. മനസ്സ് മാത്രം ഉണ്ടായ കാര്യമില്ലല്ലോ. നമുക്ക് കസ്റ്റമേഴ്സിനെ കാണണം, വേണമല്ലേ? വേണ്ടേ? ശരിയല്ലേ? കസ്റ്റമേഴ്സ് ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു കച്ചവടത്തിന് എന്താ പറയാ ഗ്രോത്ത് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കച്ചവടം ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ്, നിങ്ങൾ 100 സെയിൽസ് വോളിയത്തിന്റെ പ്രോഡക്റ്റ് എടുത്തപ്പോൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മുടെ കമ്പനി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മളൊന്ന് ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു ലിമിറ്റേഷനും ഇല്ല. ഞാൻ ചെയ്തിരുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഷോപ്പാണ്. ഞാൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഞാൻ എന്റെ നാട്ടിൽ വർഷങ്ങളോളം ഞാൻ ചെയ്തതാണ്. പക്ഷെ എന്റെ നാട്ടിൽ നിന്നല്ലാതെ വേറൊരാളും, അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് നിന്നല്ലാതെ വേറൊരാളും എന്ത് ചെയ്തിട്ടില്ല, എന്റെ കടയിലേക്ക് വന്നിട്ടില്ല. തൃശ്ശൂർ ടൗണിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ആരും വന്നിട്ടില്ല, കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരും വന്നിട്ടില്ല, ചാലക്കുടിയിൽ നിന്ന് ആരും വന്നിട്ടില്ല. പക്ഷെ ഞാൻ എന്താ പറയാ അതൊക്കെ പൊളിഞ്ഞ് ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓൾ ഓവർ ഇന്ത്യയിൽ 20ഓളം സ്റ്റേറ്റിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇതിനെല്ലാം കൂടെ ഞാൻ കൊടുത്ത സംഭവം എന്താണ്? 100 സെയിൽസ് കൊടുക്കുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തെന്നുള്ള ഒറ്റ കാരണം ഞാൻ ചെയ്തിട്ടുള്ളൂ. ലോകം ഇന്ന് ഞാൻ തൃശ്ശൂർ, എന്റെ വീട് തൃശ്ശൂർ, ഞാൻ നിൽക്കുന്നത് ഇന്ന് മലപ്പുറത്താണ്. സത്യം പറയാൻ പാണ്ടിക്കാട് മീറ്റിംഗിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഞങ്ങൾക്ക് നസ്രാണികൾക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമുള്ള ദിവസം. കാരണം എന്താ പറയാ, ഈ ഞായറാഴ്ച കുർബാന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതിൽ പോണം, അല്ലെങ്കിൽ കടം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഞാൻ പിന്നെ എന്താ പറയാ, അതിനേക്കാളും വലിയ കുർബാനയാണ് കൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഞാൻ വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ പല കാരണങ്ങളോ കാര്യങ്ങളൊക്കെ പറയാം. ഇന്ന് സൺഡേ ആണ്, മഴയാണ്, പള്ളിയിൽ പോകണം, അത് പോകണം, ഇത് പോകണം. പള്ളി കുറച്ച് വൈകിട്ട് ചെന്ന് കഴിഞ്ഞാലും ദൈവം കേൾക്കാന്നിരിക്കുക. ദൈവം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിനുള്ളിൽ ഇരിക്കുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിൽ വിജയിക്കാം. ഇത്രയുള്ള എന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പല ആളുകളുടെ പ്രശ്നം എന്താണെന്ന് പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, ഞാൻ പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഈ 100 സെയിൽസ് വോളിയത്തിന്റെ പൈസ എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മള് എടുക്കുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് വരുള്ളൂ. എന്ത് തന്നെയായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ വീട്ടില് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിഷു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ല ബന്ധുക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് ട്രീറ്റ് ചെയ്യാറുണ്ട്. ആണോ? ലെസ് ഓർണോ? അത്ര ഒരു ട്രീറ്റ് ചെയ്യുന്ന പൈസയാണ് ഈ ബിസിനസ്സിൽ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി മുടക്കുണ്ടോ. അല്ലാതെ ലക്ഷങ്ങളൊന്നും എന്താ പറയാ മുടക്കി, കോടികളൊന്നും മുടക്കി നമ്മൾ കച്ചവടം ചെയ്യേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊരു തിരിച്ചറിവാണ്. ഈ ഒരു ആശാ കേന്ദ്രമായിട്ട് ഇത് ഫിജിക്കാട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സംശയമില്ല കാര്യം. ഇപ്പൊ എനിക്ക് ഒരു ചിരി വന്നത് എന്താണെന്നറിയോ, ഒരു ആശാ കേന്ദ്രമായിട്ട് ഫിജിക്കാട്ട് മാറി എന്ന് പറയുമ്പോൾ ഈ ഹോളിൽ ഇരിക്കുന്ന ആൾക്കാർ പതുക്കെ കൈയടിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അതാണ് പ്രശ്നം. സംഭവം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തോന്നിയില്ല, എനിക്ക് തോന്നി.
സംസാരിക്കുന്നത്. എനിക്ക് തോന്നി എന്തുകൊണ്ടാണെന്നറിയോ, 2018 ജൂലൈ മാസം 25 എന്റെ മുന്നിൽ ഈ ബിസിനസ് പറഞ്ഞ സമയത്ത് കുറെ കൺഫ്യൂഷൻ എന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഞാൻ വിചാരിച്ചു എന്ത് തന്നെയായാലും ഒരു കാര്യം ചെയ്തു നോക്കാതെ നമുക്ക് ഒരിക്കലും അതിന് വിലയിരുത്താൻ പറ്റില്ല. ആണോല്ലേ? സോണോ ഹലോ, ഫിജിക്കാർഡ് ശരിയല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ചെയ്തു നോക്കണം. ആണോല്ലേ? കറക്റ്റല്ലേ? ചെയ്തു നോക്കാതെ നമുക്ക് ഒരു കാര്യത്തിന് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞപ്പോ ഇത് നടക്കോ, ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് തയ്യാറായി. ആ തീരുമാനമാണ് എന്നെ ഇന്ന് ഇവിടെ ഈ മൈക്ക് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഒരു സംശയമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അത് നാളുകളിൽ നിങ്ങളുടെ ദിവസമായിട്ട് മാറും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം ഒരു വിത്തിട്ടാൽ നാളെ അത് മരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു വിത്തിട്ടാൽ നാളെ മരമായി മാറും എന്നുള്ള ഒരു സംശയമില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്കൊരു മനോഹരമായിട്ടുള്ള ഒരു വീട്, ഞാൻ കണ്ട വീട് എനിക്ക് എങ്ങനെ സ്വന്തമാക്കാനായിട്ട് പറ്റും, ഞാൻ കണ്ട ഒരു കാറ് എങ്ങനെ സ്വന്തമാക്കാനായിട്ട് പറ്റും, ദാറ്റ്സ് എ ക്രിയേറ്റീവ് ഡ്രീം എന്ന് പറയുന്നത്. അപ്പോ ഈ ബേസ് ഡ്രീം ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ കാണുന്നു, അത് കഴിയുന്നു, അത് വിടുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേറെ പുതിയ കാഴ്ചകൾ കണ്ടു. മീറ്റിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു. തോമസ് പൊളിച്ചവിടെ അടക്കി, എന്നിട്ടോ അതങ്ങനെയാണ് പോയി. അത്രേ ഉള്ളൂ. എന്തിന് തളേന്റെ പച്ചെന്നറിയോ, സംഭവം തളച്ച പോയി എന്നുള്ളതാണ്. ഒന്നും സംഭവിച്ചില്ല. മീറ്റിംഗിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. പക്ഷെ എന്നിട്ടോ അങ്ങനെ കഴിഞ്ഞ ആഴ്ച വേറെ ആള് വരില്ലോ. കഴിഞ്ഞ ആഴ്ച ശിവാറോടെ തളപ്പിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, ഭയങ്കര തളച്ച. അതേപോലെ തന്നെ തങ്ങളാ പോയി. ഇന്ന് അതിനേക്കാളും സംഭവം നടക്കുന്നത് ദേ പോയി. അങ്ങനെ തന്നെ അടുത്ത ആഴ്ച അപ്സെറ്റ് സാർ വരും, ആളൊന്ന് തളപ്പിക്കും. ഒരു മോശം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഒരു ക്രിയേറ്റീവ് ഡ്രീമിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഈ പ്രത്യേകത. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാല് ഈ SC SD SM റാങ്കുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കണ്ടാവും. അതിന് മേലേക്ക് പോകുമ്പോ റാങ്കുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. അതെന്ത് സംഭവം? എന്തൊരു പരിപാടിയാണ്. അതിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് വേണം, അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഞാൻ അത്ര ചെയ്തിട്ടുള്ളൂ. ഈ ബിസിനസിന് വേണ്ടി നമ്മളൊന്ന് ഇറങ്ങി തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. എനിക്ക് നിങ്ങളോട് അതും മാത്രം പറയണം, നിങ്ങൾ കേട്ട ഒരു പ്ലാനിന്റെ ബ്യൂട്ടി നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഇവിടെ നിന്ന് നമ്മൾ പറക്കണം എന്നാണ് പറയാ. വെറുതെ നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പറയണം. നമ്മൾ കേറി അടിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. എനിക്ക് വിജയിക്കണം, എനിക്ക് കേറി വന്നേ പറ്റുള്ളൂ. എന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം, അതിന്റെ പുറകെ യാത്ര ചെയ്യാനായിട്ട് ചെയ്യണം. ഞാനിത് പറയുമ്പോഴും എന്റെ മുന്നിൽ നിന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ചിരിക്കാൻ വയ്യാണ്. പൈസ പോകലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കുഴപ്പം. ഈ സംഭവങ്ങളൊന്നും മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വന്നത് 10 പൈസ ഇങ്ങനെ പോക്കറ്റിൽ വരണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഉറങ്ങാൻ പോയിട്ട് വല്ല കാര്യം എന്താ? നല്ല സമയം കിടക്കാണ് ഉറങ്ങാനായിട്ട്. RIP എന്ന് പറയുന്ന എന്തൊരു പോസ്റ്റർ വരുന്നു. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, ഒരു കുഴപ്പമില്ല. സമാധാനമായിട്ട് അന്തി ഉറങ്ങാം. ഒരു പൂവ് കൊണ്ട് വെച്ച് തരും. കുറച്ച് ആൾക്കാരൊക്കെ വീട്ടുകാര് വന്നിങ്ങനെ നോക്കും. ആ കല്ലറേരെ അവിടെ ഇവിടേക്ക് വരും. കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കാട് പിടിക്കും. എന്തോരം ഫോട്ടോ വീണ്ടും ചുമര് പിടിച്ചിരിക്കുക. ചുമരിന്റെ മുകളിൽ പറയുന്ന മാറാലേക്ക് പിടിച്ചിരിക്കുന്നല്ലേ. എന്താ കാരണം? അതിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ പൂർവീകരായിട്ടുള്ള ആൾക്കാരാണ്. പുരാവസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചേക്കാണ്. അവിടെ മാലയൊന്നും ഇല്ല. മാല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറാല പിടിച്ച് കിടക്കാണ്. എന്താ കാരണം? അവരൊന്നും ഒന്നായിട്ട് തോന്നിയില്ല. നിങ്ങൾ അമ്പാനിയുടെ ഓഫീസിൽ പോയി നോക്കിയാൽ അവിടെ മൊട്ട തലയുടെ മുന്നിൽ എന്താ പറയാ ഒരു പണുണ്ട്. അതിന്റെ മുന്നിൽ ഒരു തിരികെ മാലയൊക്കെ വെച്ചിട്ടുണ്ട്, പൂരി വര വച്ചിട്ടുണ്ട്. എന്തൊരു ഭംഗിയാന്നറിയോ? അതെന്താ? അവരെയൊക്കെ അറിയില്ല ആക്കിയ ഒരാൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവിടെയൊക്കെ വെട്ടം തിരിയുള്ളത്. അപ്പൊ ഇതൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വെട്ടം തിരി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മറ്റേ പറയാം, വേണമെങ്കിൽ കേട്ടോ, അതുകൊണ്ട് പറയാം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് നോക്കട്ടെ, വരട്ടെ, ആലോചിക്കട്ടെ, പിന്നെ ആവട്ടെ, അപ്പയാവട്ടെ, ഇപ്പയാവട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സാധനമൊക്കെ മാറ്റണം, അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ആ സോഫ്റ്റ്വെയർ ഒക്കെ വൈറസ് കയറി, ഇനി എന്ത് വേണം? അതിനെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഞാനത് മനസ്സിലാവുന്നത് ഈ ബിസിനസ് ആയതുകൊണ്ടാ. അല്ലെങ്കിൽ എന്താ പറയാ, ബിസിനസ് ഒക്കെ എന്റെ ബിസിനസ് എന്താ പറയാ ട്രഡീഷണൽ ലെവലിൽ പൊളിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് കയ്യിൽ 10 പൈസയില്ല, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എങ്ങനെ പോകണം? യാത്ര നടന്നു പോയ അവസ്ഥകളുണ്ട്, ബസ്സിൽ പോയ അവസ്ഥകളുണ്ട്, കാശ് കടം ചോദിച്ച് ബസ്സിൽ കയറി പോയ അവസ്ഥകളുണ്ട്,
പൈസ ഇല്ലാതെ കിലോമീറ്ററോളം നടന്നുപോയ സിറ്റുവേഷൻ ഉണ്ട്. അതിനുശേഷം എന്താ പറയാ, പല വണ്ടികളിൽ ലിഫ്റ്റ് ചോദിച്ചു പോയ അവസ്ഥകളുണ്ട്. അന്നത്തെ ഒരു കൺഫ്യൂഷൻ അതായിരുന്നു. പക്ഷെ ഈ ബിസിനസ് എടുത്തതിന് ശേഷം ഇന്നും ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടിയിൽ പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. അതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. അന്നും എങ്ങനെ പോകണമെന്നുള്ള കൺഫ്യൂഷൻ 8 വർഷം മുമ്പ്. പക്ഷെ ഇപ്പോഴത്തെ കൺഫ്യൂഷൻ ഏത് വണ്ടിയിൽ. വീടിന് മുന്നിൽ 4 കാറുകൾ കിടക്കുന്നുണ്ട്. ഒരെണ്ണം സിയാസ് കാർ, ഒരെണ്ണം മാരുതിയുടെ സിയാസ്, മറ്റേത് ഇന്നോവയുടെ ക്രസ്റ്റയാണ്, പിന്നെ 1.5 കോടിയുടെ മെർസിഡസ് ബെൻസ് കിടക്കുന്നുണ്ട്, പിന്നെ ഒരു രസത്തിനടുത്ത് ഒരു താറോടെ കിടക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറം ഇപ്പുറം 2 ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ഏതിനെ യാത്രയാണെന്നാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. അതാണ് എന്റെ ഫിജി കാർഡ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഒരു അവസരമാണ്, നമ്മുടെ വലിയൊരു അവസരം. എനിക്ക് 30,000, ഞാൻ ഈ ബിസിനസ് കേട്ട സമയത്ത് ഞാൻ തീരുമാനിച്ചു, എനിക്ക് എന്താ പറയാ ഇത് വാങ്ങണം. ഞാൻ ആദ്യം 30,000 ചിന്തിച്ചില്ല. 1000 രൂപയെങ്കിലും എനിക്ക് വരുമാനം കിട്ടണം എന്നുള്ള ഒറ്റ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. 1000 രൂപ വരുമാനം കിട്ടിയാൽ 30,000 രൂപ ഒരു മാസം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഹാപ്പി ആയിരുന്നു. 1000 വരുമാനം കിട്ടാൻ തുടങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് തോന്നി ഇനി 2000 ഉണ്ടാക്കണം. പിന്നെ മനുഷ്യനല്ലേ, എന്താ പറയാ, സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തകൾ കാട് കയറാനായിട്ട് തുടങ്ങും. അങ്ങനെ 4000, 5000. അപ്പൊ പിന്നീട് എന്താ പറയാ, ഒരു റൗണ്ട് തിരിഞ്ഞപ്പോ നമുക്ക് കുറച്ചുകൂടെ വെളിവും വെള്ളിയാഴ്ച വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി 30,000 കൊടുക്കണ കമ്പനിയിൽ 4000, 5000 ഞാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ദിവസത്തെ നഷ്ടം എന്ന് പറയുന്നത് 24,000 അല്ലെങ്കിൽ 25,000 ആണോ ലെസോർണോ? ശരിയല്ലേ? ഡെയിലി 30,000 കൊടുക്കണ കമ്പനിയാണ്. അവിടെ എനിക്ക് 1000 രൂപ വാങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്റെ നഷ്ടമാണ് 29,000 രൂപ. ആണോ ലെസോർണോ? അപ്പൊ പിന്നെ അതൊരു വാശിയായി, ജീവിതത്തോടുള്ള ഒരു വാശി, നേടണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. അങ്ങനെ എന്താ പറയാ, ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച് അവരുമായിട്ട് ആരെടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാത്രകൾ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ആരംഭിച്ച് ഒരു 6 മാസം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഡെയിലി 30,000 രൂപ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് എന്താ പറയാ, ആരുടെയും കുത്തകയല്ല. വിജയം എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ഇത് തോമസിന് മാത്രമേ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഇത് തരുമെന്നും ആരും പറയുന്നില്ല. ആർക്ക് വേണമെങ്കിലും എന്താ പറയാ, കമ്പനി എല്ലാവർക്കും ഓക്കെയാണ്. ഓൾ ആർ ഈക്വൽ, ഒരു സംശയമില്ല. എല്ലാവരും ഈക്വൽ ആണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. ആദ്യം വന്ന ആളെന്നോ അവസാനം വന്ന ആളെന്നോ ഒരു കൺഫ്യൂഷനും ഇവിടെ ഇല്ല. ആരാണോ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് എന്തുണ്ട്, അച്ചീവ്മെന്റ് ഉണ്ട്. ആണോ ലെസോർണോ? ആരാണ് സെയിൽസ് വോളിയം കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഓൾറെഡി അച്ചീവ്മെന്റ് ഉണ്ട്. ഞാൻ 1500 കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് 30,000 ആണ്. നിങ്ങൾ 1500 കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് 30,000 ആണ്. എല്ലാവർക്കും ഈക്വൽ ആണ്. ഇവിടെ ആദ്യം വന്ന ആളോ അവസാനം വന്ന ആളെന്നോ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും നമ്മുടെ കമ്പനിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഒരു അവസരം നമ്മുടെ മുന്നിൽ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ തയ്യാറാണ്. ആ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ വിജയമായി മാറുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കുത്തിയായി പോകും. നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ആക്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. നമുക്ക് കിട്ടിയ അറിവുകൾ, നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, അതിനെ നമ്മൾ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് തയ്യാറാണ്. മാർക്കറ്റിലേക്ക് നമ്മൾ ആഞ്ഞിറങ്ങാനായിട്ട് നമ്മൾ തയ്യാറാണ്. ആ ആഞ്ഞിറങ്ങുമ്പോഴാണ് നമുക്ക് എന്താ പറയാ, അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ആഞ്ഞിറങ്ങാത്തതാണ്. ഇപ്പൊ എന്താ പറയാ, വേൾഡ് കപ്പ് നടന്ന കളി എന്താ പറയാ, ഇന്നത്തെ കളി ഞാൻ കണ്ടില്ല. പക്ഷെ മറ്റു പല കളികളും കണ്ടപ്പോ എന്താ പറയാ, പല ടീമുകളും തകർച്ചയിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അച്ചീവ്മെന്റിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ തിരിച്ചടികളെ നമ്മളൊരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് കണ്ടാൽ മതി എന്ന്. അതിന്റെ അപ്പുറത്തൊരു സെക്കൻഡ് ഹാഫ് ഉണ്ട്. ആണോ ലെസോർണോ? മത്സരിച്ച് കളിച്ചാൽ നമുക്ക് തിരിച്ചു കയറാവുന്നുള്ളൂ. തിരിച്ചടികൾ ഒന്നും തന്നെ തിരിച്ചു പോകാനുള്ളതല്ല, മറിച്ച് തിരിച്ചു വരാനുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നിങ്ങളുടെ തകർച്ചകൾ ആലോചിച്ച്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ആലോചിച്ച് നമ്മൾ ഇരിക്കാതെ ഇറങ്ങിത്തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. ഇന്നലെ വരെ നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന്റെ പേരാണ് fijica.com എന്ന് പറയുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ 2021 എൻഡിൽ വന്ന സമയത്ത് ഈ കമ്പനിയുടെ 13ാമത്തെ റാങ്ക് കംപ്ലീറ്റ് ചെയ്ത് 1 കോടി രൂപയുടെ വില്ലോണം നേടുന്ന ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതാണ്. 3 വർഷം എനിക്ക് വേണ്ടി വന്നുള്ളൂ. ഇന്ന് അതിനേക്കാൾ ഈസി ആയിട്ട് കയറി പോകാനായിട്ട് പറ്റും. ഞാൻ വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് 9 പ്രൊഡക്റ്റ് ഉണ്ടായുള്ളൂ. 7 വെൽനസ് പ്രൊഡക്റ്റും 2 എന്താ പറയാ, ഗാനോഡർമയുടെ കോഫിയും, 1 നോണിയുടെ ടൂത്ത് പേസ്റ്റും, അങ്ങനെ 2 പ്രൊഡക്റ്റ്. അങ്ങനെ ടോട്ടൽ 9 പ്രൊഡക്റ്റ് ആണ്. ഇന്ന് ആവശ്യപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. എന്നിട്ട് നമ്മൾ പറയും എന്താണ്, പ്രോഡക്റ്റ് ഒന്നും പോരാന്നേ. ഒന്ന് ആലോചിച്ചു, പ്രോഡക്റ്റ് ഇനി പോരാ, ഇനി കാത്തിരിക്കുകയാണ്. ഇനി വരാനുള്ള പ്രോഡക്റ്റിനെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എടോ, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇത് ജീവിതത്തിന് അഗ്നിപരീക്ഷയാണെന്ന് ഞാൻ പറയാം.
ഇവിടെ തോറ്റാ പോയി. ജീവിതത്തിൽ പല കണക്ക് പരീക്ഷയിലും നമ്മൾ തോറ്റിട്ടുണ്ട്. ഇത് ലൈഫിലെ കണക്ക് കൂട്ടലാണ്. ഇവിടെ തോറ്റാ പോയി. അഗ്നി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ നോക്കിയിരുന്നൊരു കാര്യം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടാവണോ കേറടിക്കാന്ന് പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടാവണം. പലപ്പോഴും രക്ഷപ്പെടാതെ കാരണം പറയൂ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ടെങ്കിലാണ് നമുക്ക് കയറി പോകാനായിട്ട് പറ്റുള്ളൂ. 1000 കുടം വെള്ളം ഒഴിച്ചാലും കെടാത്തൊരു തീ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. അതാണ് വേണ്ടത്. പലപ്പോഴും അങ്ങനെയുള്ള ആ എന്താ പറയാ വെളിച്ചമൊക്കെ ഉണ്ട്. അതൊരു മെഴുതിരി പോലെയാണ് നമുക്ക്. ആ മെഴുതിരിക്കുന്ന ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ, കാറ്റടിച്ചാൽ കെട്ടുപോകും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, നമ്മളാകെ ആടി വലഞ്ഞു. ഒരാളെ കാണാൻ പോയി, രണ്ടാളെ കാണാൻ പോയി, അവര് നോ പറഞ്ഞു. അവരോട് നമ്മൾ അയ്യോ അവളെ പ്രതീക്ഷിച്ചു, അവരെ പ്രതീക്ഷ ഞാൻ ചെയ്ത, അവിടെ ചെന്നപ്പോ അവൻ നോ പറഞ്ഞു, അതോടുകൂടെ എന്റെ പോയി, അത് പരിപാടി തീർന്നു. അതല്ല വേണ്ടത്. അവര് നോ പറഞ്ഞിട്ടോ ആര് വേണമെങ്കിലും പറയട്ടെ, എല്ലാവർക്കും അവകാശങ്ങളില്ലേ, എല്ലാവർക്കും കാര്യങ്ങൾ പറയാനുള്ള അവകാശമില്ലേ. നോ പറയുന്നവർക്ക് പറയട്ടെ. നോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ അവസാനമാണോ? നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് കൂടെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് 70-ലധികം ആളുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 70-ലധികം ആളുകളെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 1-2 ആളുകളെയല്ല, 70-ലധികം ആളുകളെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 700-ലധികം വരുന്ന ആളുകളെ ഞാൻ ഈ ബിസിനസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എണ്ണി വെച്ചിരിക്കുക, എഴുതി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഞാനിപ്പോ അതൊക്കെ എടുത്ത് വെക്കി നോക്കുന്നു, മറിച്ച് നോക്കും. 700-ലധികം ആളുകളെ ഞാൻ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 10% ആളുകളെ എന്റെ കയ്യിൽ എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ 10% ആളുകൾ വർക്ക്ഔട്ട് ചെയ്ത് വന്നപ്പോ എന്താ പറയാ, അവര് 5% ആളുകൾ അവര് പ്രൊഡക്റ്റ് വാങ്ങി മിണ്ടാതെ കുത്തിയിരുന്നു, ബിസിനസ് ചെയ്തില്ല. അവര് പറഞ്ഞു എന്തായാലും തോമസ് ഗതികേടിലല്ലേ, എന്തായാലും നിനക്കൊരു ഗുണമാണെങ്കിൽ എന്തൊരു പരോപകാരം എന്നറിയില്ല. എന്റെ ഗുണത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ആളുകളായി പകുതി ആളുകൾ നമ്മുടെ കൂടെ ഒന്ന് ഓടി വയ്ക്കുക. അവര് പറഞ്ഞു നിനക്ക് നിന്നെ പോലെ ഒന്ന് ഓടാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അപ്പൊ നടക്കൂലെന്ന്. അങ്ങനെ പകുതി ആൾക്കാർ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ 7 വർഷത്തിൽ എന്റെ എല്ലാ അച്ചീവ്മെന്റുകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഈ ബിസിനസിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കാനായിട്ട് തയ്യാറാവും. ഒരു 3 വർഷമെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാനായിട്ട് തയ്യാറാവും. തീ മാറാന്ന് പറയില്ലേ, മത്സരം തീ മാറണം അല്ലെ. ഇതിന്ന് ഫൈനൽ നടക്കാണ് 12-ക്ക്. ഞാനും കാണാനില്ല, ഒരു സംശയമില്ല. തീ മാറും, ഒരു സംശയമില്ല. സെമികളൊക്കെ നമ്മൾ കണ്ടില്ലേ, തീ മാറിയിരുന്ന. അങ്ങനെ വേണം, അതല്ല വേണ്ടത്. അല്ലാണ്ട് കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാൻ മറന്നു പോയിട്ട് വല്ല കാര്യമുണ്ടോ? കേറടിക്കണം. ഇത് ലൈഫ് വെച്ചുള്ള കളിയാണ്. ആണോ ലെസ് പറഞ്ഞോ, ജീവിതം വെച്ചുള്ള കളിയാണ്. ഇവിടെ നമ്മൾ ജീവിതം പതറാനുള്ളതല്ല സുഹൃത്തെ, പൊരുതാനുള്ളതാണ്, നേടാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. ഒരു കോംപ്രമൈസും ഇല്ല. ജീവിതം പതറാനുള്ളതല്ല. ഇവിടെ നമ്മൾ പതറി നിൽക്കാണ്. ആ പ്രശ്നം, അയ്യോ അഡ്മിഷൻ, ദൈവമേ എന്താവും, അയ്യോ ലോൺ അടയ്ക്കണം, ആകെ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, സൂപ്പർ മാർക്കറ്റിൽ പൈസ കൊടുത്തില്ല, അവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. എടോ ജീവിതത്തിന് വലിയ പതറിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിന് വലിയ നമ്മൾ പതറിയിട്ട് കാര്യമില്ല. പൊരുതണം, നേടണം, എന്നിട്ട് ലൈഫ് ആസ്വദിക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് വേറെ ഇന്നലെ വരെ ഇതിനുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ അവസരം ഉണ്ടോ? അതിന്റെ പേരാണ് ഫിജിക.com എന്ന് പറയുന്നത്. കേറടിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. ജീവിതം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണെന്ന് ഞാൻ പറയാം. മനസ്സിലായില്ലേ? ലൈഫ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. കിട്ടുന്നത് വാങ്ങുന്നതല്ല ജീവിതം, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കലാണ്. ആണോ ലെസ് ഓർണോ? സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് വാങ്ങുന്നത്. ആണോ ലെസ് ഓർണോ? കിട്ടുന്നത് വാങ്ങി പോവല്ല. ലൈഫ് അങ്ങനെയാണ്. പലപ്പോഴും എന്താ പറയാ, നമ്മൾ പറയാം അയ്യോ എന്റെ അപ്പന്റെ അമ്മയും മോനായതുകൊണ്ട് ഞാൻ ഇങ്ങനെയായത്, അവർക്ക് ചന്തയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, എങ്ങനെ വന്നത്, അങ്ങനെ പരാതികളും ഞാൻ പറയാം അതൊക്കെ വിട്ടേക്ക്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് മാറാൻ പോകണ്ട, ഒരിക്കലും മാറാൻ പോകണില്ലല്ലോ. കുറ്റം പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് നമ്മളുടെ കയ്യിൽ എന്താണോ കിട്ടിയത് അതിനെ ഉപയോഗിച്ച് കയറാൻ പറ്റുമോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വേറെ ഒന്നുമില്ലാണ്. നമ്മളുടെ ആ ആറ്റിറ്റ്യൂഡാണ്. ഒരു വ്യക്തി എന്താ പറയാ ജനിച്ച സാഹചര്യമല്ല, മറിച്ച് ആ സാഹചര്യത്തിൽ നിന്ന് അവൻ എന്ത് തീരുമാനമെടുക്കുന്നോ അതാണ് അവന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സാഹചര്യങ്ങളെല്ലാം തന്നെ മോശങ്ങളായിരിക്കും. ഒരു നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവോ? ഒരു വ്യക്തി ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നടക്കാൻ പച്ച പർവ്വതനയും കുടിക്കാൻ പാലും കഴിക്കാൻ പഴമൊക്കെ കിട്ടും. അതൊക്കെ കിട്ടണമെങ്കിൽ അത് ബിസിനസ് തുടങ്ങുമ്പോഴേക്ക് യൂസഫ് അലിക്കാരെ കാണാൻ ആളിങ്ങനെ ഫ്ലൈറ്റിൽ വരുന്നു, വോട്ടിട്ടിട്ട് വരുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, കംപ്ലീറ്റ് ആൾക്കാർ വരുന്നു, അഭിമുഖങ്ങൾ കാണുന്നു, ഇതാണ് കാണുന്നത്. അതല്ലല്ലോ. പക്ഷെ യൂസഫ് അലിക്കെ ആക്കിയ ഒരു സമയമുണ്ട്. നമ്മൾ കിടന്നുറങ്ങിയ സമയത്ത് ആ മനുഷ്യൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഹലോ പറഞ്ഞ മനസ്സിലാവണ്ട. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം പട്ടിണി എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും അവർ ത്യജിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നൊരു വിന്നറായിട്ട് മാറിയത്. വെറുതെ ആയിട്ടല്ല, ഒരു സുപ്രഭാതം കൊണ്ടായതല്ല. അപ്പൊ ഇന്ന് നമ്മൾ പറയാ, ഞാൻ എന്താ പറയാ തമാശ രൂപേണ പറയാറുള്ള ഒരു കാര്യമാണ്. എന്താ പറയാ, യൂസഫ് അലിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടാറ്റയ്ക്കും പേരിലേക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ. ഞാൻ തമാശ രൂപേണ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യൂസഫ് അലിയെ കുറിച്ച് ഞാൻ പറയും പിന്നെ എന്താ പറയാ, ഒത്തിരി അധികം ഷോപ്പിംഗ് മാളുള്ള ഒരു മനുഷ്യനാണ് യൂസഫ് അലിക്ക. 100-200 ജില്ലാന്റെ ഷോപ്പിംഗ് മാൾ ഉണ്ട്. പക്ഷെ നോക്കി നടത്താനായിട്ട് ഒരൊറ്റ ആമ്പിള്ളേരും ദൈവം ആൾക്കൂടുതലും പെമ്പിള്ളേരാണ്. പെമ്പിള്ളേർ മോശക്കാരായതുകൊണ്ടല്ല കേട്ടോ, എങ്കിലും ഒരു ആൺകുട്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എന്റെ തറവാട്ടിലേക്ക് നോക്കിയപ്പോ ചൂലഴിച്ചിട്ട പോലെ ആമ്പിള്ളേര്, പക്ഷെ നോക്കിയത് എന്തില്ല, ഷോപ്പിംഗ് മാളില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പ്രശ്നമല്ല, അദ്ദേഹത്തിന്റെ പ്രശ്നം. ഇവിടെ വീട്ടിലേക്ക് നോക്കുമ്പോ നിലമ്പൂര് കാട്ടിലെ തേക്കുമാരിയാണ് എന്തോരെ കിടക്കണെന്നറിയും. പക്ഷെ നോക്കിയെടുത്താനായിട്ട് സൂപ്പർ മാർക്കറ്റും ഇല്ല, ഒന്നുമില്ല. മറ്റേ ആൾക്ക് അങ്ങനെയല്ല, ആവശ്യം പോലെയാണ് ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് ലൈൻ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ആളുകൾക്കും ഓരോ പ്രശ്നങ്ങളാണ്. സംഭവം മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് ഈ പ്രശ്നങ്ങൾ എപ്പോൾ അവസാനിക്കാന്നറിയോ? ഈ പ്രശ്നങ്ങൾ എപ്പോൾ അവസാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാണോ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്നത്, ഇവിടെ നിന്ന് അവസാനിക്കുന്നത്, അന്നാണ് നമ്മുടെ മനുഷ്യന്റെ പ്രശ്നം അവസാനിക്കുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആണോ ലെസ്സോണോ? ഇവിടെ മാത്തമാറ്റിക്സ് പഠിക്കാൻ പോയ സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിച്ച എന്താ പറയാ പ്രോബ്ലം അല്ല 10ാം ക്ലാസ്സിൽ കിട്ടിയത്. തിരി എന്താ സംഭവിക്കുക, പ്രോബ്ലത്തിന്റെ വലുപ്പം കൂടി. ആണോ ലെസ്സോണോ? പിന്നെ അവിടെ നമ്മൾ എനിക്ക് പോകേണ്ട കാരണം മുന്നോട്ട് പോകാൻ പറ്റില്ല, അതായത് കൂടുതൽ പ്രോബ്ലത്തിന് ഫേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ കൂടെ പഠിച്ച MSc എത്തി. അവനോട് ഞാൻ ചോദിച്ചപ്പോ അവനോട് പറഞ്ഞോ, എടാ നീയൊക്കെ പഠിപ്പ് നിർത്തിയത് നന്നായുള്ളൂ. എന്ത് പറ്റോ, എടാ 10ാം ക്ലാസ്സിൽ കിട്ടിയ പ്രോബ്ലം അല്ലടാ MScയുടെ പ്രോബ്ലം, അത് അതിനേക്കാളും വലുതാണെന്ന്. അപ്പൊ ഇതിൽ എന്താ മനസ്സിലായത്, ലൈഫ് മുന്നോട്ട് പോകുന്നതോറും പ്രോബ്ലത്തിന് കൂടിക്കൊണ്ടേയിരിക്കും. ആണോ ലെസ്സോർണോ? പ്രോബ്ലം എന്ന് പറയുന്നത് കോമൺ ആണെന്നേ. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയാണ് ഒരാള് വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അത്രേ ഉള്ളൂ സംഭവം. നമ്മള് മുക്കോമാരെ നോക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും തെര ഒഴിഞ്ഞിട്ട് വഞ്ചി ഇറക്കാൻ അവർക്ക് പറ്റുമോ? ഹലോ, കണ്ടോ? എന്തെങ്കിലും തെര അവസാനിച്ചിട്ട് വഞ്ചി ഇറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലെ. ആ തെരയെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് അവർ ശ്രമിക്കുന്നത്. ആണോ ലെസ്സോർണോ? നിങ്ങളൊരു ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിലോ ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു ഏരിയ വിട്ട് കടക്കാനേ പറ്റില്ല, വേറെ ഏരിയയിൽ നിന്ന് ഒരാളുടെ അടുത്ത് നമുക്ക് വരാൻ പറ്റില്ല. ഇതങ്ങനെയാണോ? എവിടെ നിങ്ങളുടെ കണക്ഷൻസ് ഉണ്ടോ, ബന്ധങ്ങളുണ്ടോ, അവിടെ എല്ലാവരുടെയും ഈ ബിസിനസിനെ നമുക്ക് ആത്മാർത്ഥമായി സംസാരിക്കാം. അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ കണക്ടിവിറ്റി എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഹലോ, ഞാന് കഴിഞ്ഞത് ഒരു 6 മാസം മുമ്പ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ കൊല്ലത്ത് ചെന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് ഒരു ചങ്ങാതി ആ പ്രോഗ്രാമിൽ വന്ന നമ്മുടെ കൊല്ലംകാരനാണ്. അയാള് ട്രംപിന്റെ പാർട്ടിയുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വിസിറ്റിംഗ് കാർഡാണ് എന്റെ കയ്യിൽ എടുത്തത്. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളിയെ അമേരിക്കയിലേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ. ഞാൻ ആ പ്രോഗ്രാമിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടേ, ആരോ ഒരു കണക്ട് ചെയ്ത് അദ്ദേഹത്തെ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. കൊല്ലത്ത് അദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ അദ്ദേഹം ബിസിനസ് ജോയിൻ ചെയ്തു. സൂം മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് കയറുന്നു. ആള് മോട്ടിവേറ്റഡ് ആയി, ആള് വേറെ ലെവലിൽ നിൽക്കുകയാണ്. അങ്ങനെ നാട്ടിൽ വന്ന സമയത്ത് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 ഡേ ക്യാമ്പിന് വന്നു. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. സാറിനൊക്കെ നല്ല പരിചയമുണ്ട്. ഞാൻ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ല, സാറിന് ഇന്ന് ഞാൻ സൂമിൽ കാണാറുണ്ട്. എവിടെയാ? അമേരിക്കയിലാണ്. ഒന്ന് ആലോചിച്ചത്, കണക്ഷൻ പോയി പോക്കാണ്ടില്ലേ. ഡെപ്യൂട്ടി കളക്ടർ എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നു, SI മാര് എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. എത്ര ആളുകളാണെന്നറിയോ? അതുപോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീൽമാർ, എത്ര സമൂഹത്തിലെ സമസ്ത മേഖലയിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചപ്പോ അവരൊക്കെ കണ്ടിട്ടാണോ ഈ ബിസിനസ് ചെയ്യാൻ? ഞാൻ ഈ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കാണുന്നത് ഈ ഫിജിക്കാട്ടിൽ വന്നതിന് ശേഷം. ഒന്ന് ആലോചിച്ച് സത്യമാണ്. ഈ ഫിജിക്കാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ സ്ഥലത്ത് വരുന്നത്, ഞാൻ ഈ ഫിജിക്കാട്ടിൽ വന്നതിന് ശേഷം അത് ഞാൻ കണ്ടിട്ട് പോലും നമ്മൾ ഇറങ്ങിത്തിരിക്കാനായിട്ട് തയ്യാറാണോ? അപ്പോ എന്താ പറയാ, ആ ഒരു തീരുമാനമാണ് നമ്മളാക്കി മാറ്റുന്നത്. പണ്ട് കണ്ട ഒരു നാടകമുണ്ട്, KPSCയുടെ അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. അതിലൊരു കുഷ്ഠരോഗിയുടെ പാട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്? മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സു മാത്രം മുരടിച്ചില്ല, ഒരു കുഷ്ഠരോഗിയുടെ ആഗ്രഹം, മനസ്സ് മുരടിക്കാത്തൊരു മനസ്സവലയിലുണ്ടെന്ന്. ആ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് സുഹൃത്തുക്കളെ. വേറെ എന്താണ്? ഒരു മുരടിക്കാത്തൊരു മനസ്സിനുടമയാവ്. എനിക്ക് വിജയിക്കണം, കേറെട്ടിച്ചേ പറ്റുള്ളൂ, വേറെ കോംപ്രമൈസ് ഇല്ല. ലൈഫ് പടരാനുള്ളതല്ല, കേറെട്ടിക്കാനുള്ളതാണ്. എന്റെ സ്വപ്നങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഫാമിലി, എന്റെ ചുറ്റുപാടുകൾ, അത് എന്റെ മാത്രമാണ്. എനിക്ക് എന്താ ഒരു ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കണം. അതിനെ കഷ്ടപ്പെടാൻ ഇറങ്ങാൻ തയ്യാറാണ്, കേറടിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും സുഹൃത്തെ. വേറെ ഒന്നും പറയാനില്ല. ശക്തമായിട്ട് നമ്മൾ
ആഞ്ഞടിക്കാനായിട്ട് നമ്മൾ തയ്യാറാവാന്നുള്ളതാണ്. കാറ്റുള്ള സമയത്ത് പൂമ്പാറ്റയും പറക്കും, കടലാസും പറക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷെ കാറ്റ് നിലയ്ക്കുമ്പോൾ ഒന്നും മാത്രമേ പറക്കുള്ളൂ, പൂമ്പാറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭാഗ്യത്തിന് പറക്കുന്ന കടലാസ് കഷ്ണങ്ങളാകാതെ എന്താ പറയാ കാറ്റിൽ പാറിപ്പറന്ന് നടക്കുന്ന ആ പൂമ്പാറ്റകളായി മാറട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളത്. പല പ്രതിസന്ധികളുണ്ടോ, ഭാഗ്യത്തിന് അകപ്പടി നമ്മൾ പ്രതീക്ഷിക്കല്ലേ. ഹാർഡ് വർക്കിംഗ് നമ്മൾ ഇറങ്ങിത്തിരിക്കും, ശക്തമായിട്ട് നമ്മൾ കുതിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. ഈ ഫിജി കാർഡ് നിങ്ങളെ ഒരു കോടീശ്വരിയാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞാൻ അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ അച്ചീവ്മെന്റ് ഒക്കെ അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇറങ്ങിത്തിരിക്കാനായിട്ട് തയ്യാറായി. വല്ലവരും പുല്ലുമായതെന്ന് പറയില്ലേ, ആരെടുത്ത് വേണമെങ്കിലും പറയാലോ. എന്തിനു നമ്മൾ തയ്യാറായ ഒരു മനസ്സുണ്ടാക്കി എടുക്ക്, എന്നിട്ട് അറയും തലയും മുറുക, ഒരു എണ്ണയിട്ട യന്ത്രത്തെ പോലെ ശക്തമായിട്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് നമ്മൾ നടക്കുക, ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുക. പല ആളുകളും നോ പറയുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് അത്രമാത്രം പറയാനുള്ളൂ, തളരാത്തൊരു മനസ്സുണ്ടെങ്കിൽ, പല ആളുകളും നെഗറ്റീവ് പറയുന്ന സമയത്ത് അതിന്റെ മേലെ കയറി നിൽക്കാനായിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഒറ്റയ്ക്ക് ഇറങ്ങാനായിട്ട് മനസ്സുണ്ടെങ്കിൽ, ആ നിങ്ങൾക്കുള്ളതാണ് സുഹൃത്ത് ഫിജിക.com. വേറെ ആർക്കുമല്ല. പല ആളുകളും പലതും പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മളുടെ കരിയറുമായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക, ആത്മാർത്ഥമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയണം. അങ്ങനെയാണ് നിങ്ങൾ ഈ ഫിജി കാർഡിൽ വന്നെന്നുണ്ടെങ്കിൽ, ഒരു പൂ മോഹിച്ചിട്ടാണ് ഫിജി കാർഡിൽ നിങ്ങൾ വന്നെന്നുണ്ടെങ്കിൽ, ഫിജി കാർഡ് നിങ്ങൾക്ക് ഒരു പൂന്തോട്ടം തന്നെ സമ്മാനിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു പൂന്തോട്ടം തന്നെ സമ്മാനിക്കും, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. വേറെട്ടിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. ഇത്രയും മനോഹരമായിട്ട് ഓപ്പണിച്ചോ ഒരു ത്രില്ല് ഉണ്ടാവാന്ന് പറയില്ലേ, അതന്നെ നമ്മൾ ആ പഞ്ചിലടിക്കണം. ആ ഒരു ത്രില്ലില് ആത്മാർത്ഥമായിട്ട്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് 8 മണിക്ക് വണ്ടി എടുത്തതാ, ഞാനിവിടെ ഒരു 11 മണി കഴിഞ്ഞപ്പോ ഞാനിവിടെ എത്തി. അതിനുശേഷം ഞാൻ എന്താ പറയാ, എന്റെ കൂടെ 3-4 സുഹൃത്തുക്കൾ ഞാൻ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ വണ്ടി എവിടെയും നിർത്തിയില്ല. ഇവിടെ വന്ന് ഞങ്ങൾ ഒരു ചായ കഴിച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ് ഇടുന്നത്. ഇപ്പോഴും എന്താ പറയാ, 1 മണിക്കൂർ ഞാൻ സംസാരിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ട് കാണാനില്ല. കേട്ടിരുന്ന നിങ്ങൾക്കാണ് പല ആളുകൾക്ക് ക്ഷീണമുള്ളത്. ഹലോ, സംഭവം മനസ്സിലായില്ലേ? ഉള്ളിനുള്ളിൽ തീയിലോ, അതാണ് എന്റെ കാര്യം. സംഭവം മനസ്സിലായില്ലേ? ഉള്ളിനുള്ളിൽ തീ ഉണ്ടാവണമെന്ന്, അത്രേ ഉള്ളൂ. ആ തീ ഉണ്ടാവണം. വേറെ എനിക്ക് ഇതിലേക്ക് വീണ്ടും മീറ്റിംഗ് ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ എന്താ പറയാ, ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത്ഭുതങ്ങളൊന്നും ഇവിടെ സംഭവിക്കില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു ദിവസം റിസൾട്ട് കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു അത്ഭുതം സംഭവിക്കാൻ പോണില്ല. പക്ഷെ ഈ ബിസിനസ്സുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, ആ തിരിച്ചറിവ്, ആ ഇറങ്ങിത്തിരിക്കൽ നിങ്ങളെ നാളെ ഒരു വിന്നറായിട്ട് ഈ വേദിയിൽ കൊണ്ട് കയറ്റും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇത് എന്താ പറയാ, ഒരു ആരംഭമാണ്, അവസാനമല്ല. തീർച്ചയായിട്ടും എന്താ പറയാ, വലിയ ലെവലുകളിലേക്ക് വളർന്നു ഉയരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. കമ്പനിയുടെ സീലിംഗ് അച്ചീവേഴ്സും അതുപോലെ തന്നെ കമ്പനിയുടെ എല്ലാ റാങ്കുകളും അച്ചീവ് ചെയ്യുന്ന നാഷണൽ സെയിൽസ് ടീം മാനേജർ പോലുള്ള എല്ലാ റാങ്കുകളിലേക്കും എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടും, ഒരു പുഴുവിനെ കണ്ട് അറച്ചു നിന്നവരുടെ മുന്നിലേക്ക് ആ പുഴു ഒരു പൂമ്പാറ്റയായി പറന്നിറങ്ങിയതുപോലെ ജനഹൃദയങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറന്നിറങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് wish you all the best, wish you all the success. Jai Fiji God, thank you very much.